അപ്പോൾ ഈ കറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എവിടെ സദ്യയ്ക്ക് പോയാലും മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ വട കൂട്ടുകറി എന്ന് പറഞ്ഞ സാധനം. ഇവിടെ ട്രിവാൻഡ്രം സദ്യയ്ക്ക് പോയി കഴിഞ്ഞാൽ നോൺ വെജ് ഇല്ലാത്തതിൻ്റെ വിഷമം ഞാനും എൻ്റെ മക്കളും തീർക്കുന്ന വട കൂട്ടുകറി കഴിച്ചിട്ടാണ്. കുറച്ചേ തരുള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് സാധനം. നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഓണം സദ്യയ്ക്ക് ഈ തിരുവനന്തപുരംകാരൻ്റെ ഒരു തിരുവനന്തപുരം സ്റ്റൈല് കൂട്ടുകറി എന്ന് പറയുമ്പോൾ വട കൂട്ടുകറി എന്ന് പറയും. ട്രിവാൻഡ്രം ഭാഗത്ത് എവിടെ സദ്യയ്ക്ക് പോയാലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ വട കൂട്ടുകറി. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ ഇത്തവണ ഈ ഒരു വിഭവം മാത്രം ഓണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. സോ അതിനാവശ്യമായ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നത്. ഇത്ര ഐറ്റംസ് ഉള്ളൂ, വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ വട കൂട്ടുകറി എന്ന് പറഞ്ഞ സാധനം. മെയിനായിട്ട് വേണ്ടത് ഉഴുന്നാണ്. ഇപ്പോൾ നമ്മുടെ റേഷൻ ഫ്രീ കിട്ടുന്നത് കാരണം എല്ലാവരുടെ വീട്ടിലും ഉഴുന്നുണ്ടാവും. അപ്പോൾ ഉഴുന്ന് നമ്മുടെ സദ്യയുടെ ഭാഗമാക്കി മാറ്റാം കേട്ടോ നമുക്ക്. ഇത് ഞാൻ 1 കപ്പ് ഉഴുന്ന് ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3 തന്നെ സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് കണ്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. തേങ്ങയുടെ 1-ാം പാല് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ 2-ാം പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇതുകൂടാതെ ഇനി വേണ്ടത് കടുക് വറുക്കാൻ ആവശ്യമായ കുറേ ഐറ്റംസ് മാത്രമാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉഴുന്നില്ലേ. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എത്ര ഉഴുന്നുവട വേണം എന്നനുസരിച്ച് മാത്രം ഉഴുന്നെടുത്താൽ മതി. ഞാനൊരു 1 കപ്പ് ഉഴുന്നെടുത്തു. ഇതിന് കാര്യം എന്താ വെച്ചാൽ ബാക്കി വരുന്ന ഉഴുന്ന് ഞങ്ങൾ ഉഴുന്നുവടയായിട്ട് തന്നെ ഈവനിങ് സ്നാക്സിന് എടുക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഉഴുന്നിന് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കണക്കാക്കി കുരുമുളക് പൊടി കേട്ടോ. നമ്മൾ 1.5 ടീസ്പൂൺ മൊത്തം വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കണക്കാക്കി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിനെ മിക്സിക്ക് വെള്ളം വളരെ കുറച്ച് ചേർക്കട്ടെ. നമ്മൾ ഉഴുന്ന് വടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പരിവുണ്ടല്ലോ, അങ്ങനെ വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ആദ്യം വെള്ളം ഇല്ലാതെ അടിച്ച് നോക്കുക, എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് വളരെ കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് നിറച്ചെടുക്കാം അതിനെ. കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഉഴുന്ന് ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കാണിക്കാം ജസ്റ്റ് കണ്ടോ. ഈ ഒരു പരുവത്തിൽ അത്യാവശ്യം കട്ടിയായിട്ട് ഇങ്ങനെ കിട്ടിയാൽ മതി. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ കറുത്ത പൊടി കാണുന്ന കുരുമുളക് ഇട്ടതിൻ്റെ കേട്ടോ. നമുക്കിനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓൾ സെറ്റ് ഫോർ ഉഴുന്നുവട. ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ നന്നാക്കി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ ഉഴുന്നുവട, ഈ വെള്ളം ആദ്യം ഒന്ന് മുക്കുന്ന ഈ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണം കേട്ടോ. വെള്ളം മുക്കിയതിന് ശേഷം ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതൊരു സുഖം. നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ ബുദ്ധിമുട്ടി തുളയൊക്കെ ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ല. നിങ്ങൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുക, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടുക. അത് ഉഴുന്നുവടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടുകറിക്ക് ആയതുകൊണ്ട് കേട്ടോ. ഇതിനിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് വറുത്തെടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഹാർഡാവണ്ട കേട്ടോ. ഇത് 2-3 പ്രാവശ്യം ഇടാനുണ്ടാവും. കുറച്ചധികം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ. ഇപ്പോൾ ഉഴുന്നുവട റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സോ ഇതുപോലെ തന്നെ എന്താ പറയുക, സ്ക്വയറായിട്ട് സവാളയും കട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ കഴുകിയെടുക്കാം കേട്ടോ. സവാള കഴുകേണ്ട ആവശ്യമില്ല, അത് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഉഴുന്നവട റെഡി ആയിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി കേട്ടോ, ഒത്തിരി ഡ്രൈ ആവണ്ട. യെസ്. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത സെറ്റ് ഇടാൻ പോവാണേ. അപ്പോൾ നമ്മളിനി മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉഴുന്നുവട ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പിൽ മാവിലുണ്ടാക്കി, 1 കപ്പ് ഉഴുന്നിലുണ്ടാക്കിയത് കേട്ടോ. ഇതിൽ കുറേ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു, ബാക്കി ഇരിക്കുന്നത്. ഇതും എല്ലാം ഉണ്ടാക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായി ഇരിപ്പുണ്ട്. നമ്മൾ നേരത്തെ ഉഴുന്നുവട വറുത്ത എണ്ണയുടെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ 2 ടേബിൾ സ്പൂൺ കണക്കാക്കി എണ്ണ ഇതിലേക്ക് ഒഴിക്കാൻ ഞാൻ, അത്രയും മതി. സോ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒരല്പം ഒരു 3 പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഇട്ടതിന് ശേഷം ആ ഉരുളക്കിഴങ്ങില്ലേ അതും ഇട്ട് കൊടുക്കുക. രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം വേവിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സോ ഇനി ഇതൊരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ കിടന്ന് വേവട്ടെ. അതിനുശേഷം സോ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയും കൂടി 5 മിനിറ്റോളം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ, നേരത്തെ നമ്മൾ 1.5 ടീസ്പൂണാണ് എടുത്തത് കുരുമുളക് പൊടി, അതിൽ 1 ടീസ്പൂൺ നേരത്തെ നമ്മൾ ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ആഡ് ചെയ്ത് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് തേങ്ങാപ്പാലില്ലേ, ഞാൻ പറഞ്ഞത് 2 കപ്പാണ് രണ്ടാം പാൽ എടുത്തിരിക്കുന്നത്. ആ 2 കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു 15 മിനിറ്റ് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വരുന്നവരെ, രണ്ടാം പാലിൽ കിടന്നിട്ട് വേകുന്നവരെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. തീ പരമാവധി കുറച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തേങ്ങാപ്പാൽ വറ്റിപ്പോവും. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 15 മിനിറ്റോളം വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, ഞാൻ നോക്കിയായിരുന്നു ഇടയ്ക്ക്. ഇനി ഈ സമയം നമ്മൾ ചെയ്യാൻ പോകുന്നത്, തീ പരമാവധി നമ്മൾ കുറച്ച് തന്നെ വെച്ചിരിക്കുന്നത്, ഈ തേങ്ങയുടെ 1/4 പാലുണ്ടല്ലോ, 1/2 കപ്പ് 1/4 പാൽ എടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 പാൽ ഒഴിച്ചാൽ പിന്നെ ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ടാണ് തീ പരമാവധി കുറച്ച് വെക്കാൻ പറഞ്ഞേ. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ മണവും ടേസ്റ്റും അനുസരിച്ച് ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച വടയുടെ കഷ്ണങ്ങളില്ലേ, വട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു 50 വടയുണ്ട് കേട്ടോ, കുഞ്ഞു വട. ബാക്കി ഞങ്ങൾ കഴിച്ചു. സോ ഇതാണ് ഈ കറിയുടെ ഒരു കൺസിസ്റ്റൻസി. ശരിക്കും ഭയങ്കര ലൂസും ആയിരിക്കില്ല, ഭയങ്കര കട്ടിയും ആയിരിക്കില്ല. നമ്മൾ ഇലയിൽ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഒലിച്ചു പോകാത്ത ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കുക.
അപ്പോൾ ഈ കറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എവിടെ സദ്യയ്ക്ക് പോയാലും മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ വട കൂട്ടുകറി എന്ന് പറഞ്ഞ സാധനം. ഇവിടെ ട്രിവാൻഡ്രം സദ്യയ്ക്ക് പോയി കഴിഞ്ഞാൽ നോൺ വെജ് ഇല്ലാത്തതിൻ്റെ വിഷമം ഞാനും എൻ്റെ മക്കളും തീർക്കുന്ന വട കൂട്ടുകറി കഴിച്ചിട്ടാണ്. കുറച്ചേ തരുള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് സാധനം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ഈ വടയൊന്ന് കുതിർന്ന് വരട്ടെ ഈ ഗ്രേവിയിൽ കിടന്നിട്ട്. അപ്പോൾ ഒന്നും കൂടെ തിക്കാവും. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഈ ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ വട കൂട്ടുകറി ഏതാണ്ട് റെഡിയാണ്. ഞാനത് ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി. ഇനി ഇതിൽ അവശേഷിക്കുന്ന കടുക് വറുക്കാത്തൊരു എന്താ പറയുക പരിപാടി മാത്രമാണ്. അപ്പോൾ അതിനുള്ള ഐറ്റംസാണ് ഈ കൊണ്ടുവച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതിലേക്ക് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ടേ. കടുക് പൊട്ടി കഴിയുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 6 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണേ. നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞിട്ട് കടുക് വറുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള തരുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. സോ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 3 ഉണക്കമുളക് വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുളകിൻ്റെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, സോ ഇപ്പോൾ കടുക് വറുത്തത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ വട കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതായാലും ഒരു സുഖം. സോ അത് കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിത് വിളമ്പുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ വട കൂട്ടുകറി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ വട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ ഇറ്റ് ഈസ് റിയലി നൈസ്. കുറച്ച് ഗ്രേവി കുറവുണ്ട് കാരണം ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് നേരത്തെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഈ വട കിടന്നിങ്ങനെ കുതിരുന്ന കാരണം കുറേ പിടിക്കും, അതിലേക്ക് നനവ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വന്നിരിക്കണം. ഞങ്ങളിങ്ങനെ തന്നെ കഴിക്കേണ്ടതുള്ളതിനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ വക ഓണത്തിന് നിങ്ങൾക്കുള്ള സ്പെഷ്യൽ റെസിപ്പിയാണിത്. സോ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യുക. എസ്പെഷ്യലി ട്രിവാൻഡ്രംകാരല്ലാത്തവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് സജീസ് ഇന്നോവേഷൻസ് എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. സജികുമാർ എന്ന പേരിലൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക. അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ അതും എല്ലാവരും ഇതിൻ്റെ ഒപ്പം ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതൊരു കഷ്ണം വട തന്നെ എടുക്കുന്നത് കേട്ടോ. വടയും ഇച്ചിരി ഗ്രേവിയും കൂടെ. വളരെ ടേസ്റ്റിയാണ്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്യുക ട്രിവാൻഡ്രം സ്പെഷ്യൽ വട കൂട്ടുകറി. എല്ലാവർക്കും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും അല്ലെങ്കിൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.